ഹായ് മച്ചാമാരെ, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ പല വീഡിയോസിലും കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഫോണ് പൊട്ടിത്തെറിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പല സംശയങ്ങളും പലരും ചോദിക്കുന്നുണ്ട്. ഒരുപാട് കമൻസുകൾ ഇതുമായി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണമെന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചതുകൊണ്ട്, നമ്മുടെ ദൗർഭാഗ്യകരമായിട്ട് ഒരു ഇൻസിഡൻറ്റ് അതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതുകൊണ്ട് പലരും പേടിച്ചിട്ടായിരിക്കണം ഇതുമായി റിലേറ്റഡായിട്ട് ഒരു വീഡിയോസ് തയ്യാറാക്കി ഇടാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ഫോണ് പൊട്ടിത്തെറിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ടോപ്പിക്ക് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുന്നതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം മിക്കവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോൺ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണ് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ നമ്മുടെ ഫോണിലുള്ള ബാറ്ററി പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ ബാറ്ററി ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ബാറ്ററികളും 5000, 6000, 7000 mAh ഉള്ള ബാറ്ററികളാണ്. പണ്ടൊക്കെ എന്ന് പറയുന്നത് 2000 mAh താഴോട്ടുള്ള ബാറ്ററികളാണ് പല ഫോണുകളും ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ 5000, 6000, 7000 mAh ഉള്ള നല്ല പവറുള്ള ബാറ്ററികളാണ് മിക്ക ഫോണുകളിലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബോംബ് കൈകൊണ്ട് നടക്കുന്നത് പോലെ തന്നെ നമ്മൾ ഫോൺ കൈകൊണ്ട് നടക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ വിചാരിക്കണം, നമ്മളെപ്പോഴും നമ്മുടെ ആലോചനയിൽ വേണം ഒരു നല്ല പൊട്ടിത്തെറിക്കുന്ന ഒരു സാധനം കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം 5000, 6000, 7000 mAh ഉള്ള ബാറ്ററി എന്ന് പറയുന്നത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടാവുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പല സാധനങ്ങളും സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ പല കാര്യങ്ങളും നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുന്നതോടൊപ്പം തന്നെ, അതായത് നമ്മുടെ കാറ്, ബൈക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഫോണും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങൾ അറിയണം, നിങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഭയമില്ലാതെ തന്നെ നമ്മുടെ ഒരു ഫോൺ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ വേണമെങ്കിൽ നമുക്ക് ഭയമില്ലാതെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഫോണ് ഹീറ്റായി തുടങ്ങുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം അബ്നോർമലായിട്ട് നമ്മുടെ ഫോൺ ഹീറ്റ് ആവുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഫോണ് നമ്മൾ എന്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് ഓഫ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ഫോൺ പിന്നെ ഉപയോഗിക്കരുത്. അത് ഫോൺ തണുത്താലല്ലാതെ പിന്നീട് ആ ചൂടോട് കൂടി തന്നെ നമ്മുടെ ഫോൺ ഉപയോഗിക്കരുത്. നമ്മൾ വെയിലത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടൊക്കെ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോൺ നോർമലായിട്ട് ചൂടാവും. അത് ഫോണിൻ്റെ കംപ്ലയിൻ്റ് അല്ല, അത് അങ്ങനെയാണ്, ചൂടാവും. അങ്ങനെ തുടങ്ങുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കരുത്. ഇനി പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കാറ്, ബൈക്കൊക്കെ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുന്നത് പോലെ, പീരിയഡിക്കൽ മെയിൻ്റെനൻസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മൊബൈലും നമ്മളത് ചെയ്യണം. കാരണം ഓരോ 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസത്തിന് ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയും അതുപോലെ തന്നെ ബോർഡും, നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയും ബോർഡും ഏതെങ്കിലും ഒരു ടെക്നീഷ്യൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഒരു ഷോപ്പിൽ പോയി ഒരു ടെക്നീഷ്യൻ്റെ കയ്യിൽ കൊടുത്ത് അതിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്യണം. ഓരോ ഫോണിൻ്റെ ഡിപ്പെൻഡ്സ് മോഡലനുസരിച്ച് ഒരു 200 മുതൽ ഒരു 500 രൂപയ്ക്കകത്ത് മതി അതൊന്ന് ചെക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ചെക്ക് ചെയ്യുന്നതിനായിട്ട്. ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയും അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ മെയിൻ ബോർഡിൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്നുള്ളത് മെയിനായിട്ട് ചെക്ക് ചെയ്യുക. മെയിൻ ബോർഡിലുണ്ടാകുന്ന ഷോർട്ട്, അത് പ്രൈമറി ലൈൻ ഷോർട്ട് ആയിരുന്നാലും ശരി, സെക്കൻഡറി ലൈൻ ഷോർട്ട് ആയിരുന്നാലും ശരി, നമ്മുടെ ഫോണ് ഷോർട്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി വളരെയേറെ ബാധിക്കും. അത് ടെക്നീഷ്യൻ അവരുടെ ഒരു പവർ സപ്ലൈ മീറ്റർ ഉപയോഗിച്ച്, DC പവർ സപ്ലൈ മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ബോർഡിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും എത്രത്തോളം ആംബിയർ എടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ബോർഡ് ഷോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈസിയായിട്ട് ഒരു ടെക്നീഷ്യന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അബ്നോർമലായിട്ട് ആംബിയർ എടുക്കുന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ നിങ്ങളുടെ അടുത്ത് പറയും ഈ ഫോൺ ഷോർട്ടാണ് അല്ലെങ്കിൽ ഒരു ഹാഫ് ഷോട്ടിലേക്ക് നീങ്ങുകയാണ് എന്ന് അവർ നിങ്ങളോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഷോട്ട് റിമൂവ് ചെയ്തെടുക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്നാണ് പറയുന്നത് ബാറ്ററി. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാറ്ററി വളരെ അപകടകരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളിലെ ബാറ്ററി എന്നൊന്നും ചെറിയ mAh അല്ല, വളരെ ഹൈ ആയിട്ടുള്ള mAh ആണ്. ഒരു ബോംബിന് തുല്യമാണ് ഇതൊക്കെ. ഓക്കെ, ബാറ്ററി വീർത്തിട്ടുണ്ട് എന്ന് ടെക്നീഷ്യൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി വീർത്തിട്ടുണ്ട്. അത് ചെറിയ വീർക്കലായിരുന്നാൽ ശരി, വലിയ വീർക്കലായിരുന്നാൽ ശരി, അത് എത്രത്തോളം വീർത്തിട്ടുണ്ട് എന്നുള്ളതിൽ അതൊരു പ്രസക്തിയല്ല. ഫോണിൻ്റെ ബാറ്ററി വീർത്ത് തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മാറ്റണം. വീർത്ത ബാറ്ററിയുമായിട്ട് ഒരു കാരണവശാലും നിങ്ങളുടെ ഫോൺ നിങ്ങൾ ഉപയോഗിക്കരുത്. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ചെറുതായിട്ട് വീർത്തിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല, ഇടാൻ പറയരുത്. കാരണം ചെറിയൊരു വീർത്തിരിക്കുന്ന ബാറ്ററി ദിവസങ്ങൾ കൊണ്ട് തന്നെ, ചിലപ്പോൾ 1, 2, 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഫോണിൻ്റെ ബാറ്ററി ചെറിയ വീർത്തിരിക്കുന്ന ബാറ്ററി വലിയ വീർത്തിട്ട് ബാറ്ററി ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മെയിനായിട്ട് ബാറ്ററി വീർത്തിട്ടുണ്ടെങ്കിൽ ടെക്നീഷ്യനെ പറഞ്ഞ് ബാറ്ററി മാറ്റുക. ഓക്കെ, അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ബാറ്ററിയും ബോർഡും കംപ്ലൈൻറ്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. ഓരോ 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസത്തെ ഒരു ഗ്യാപ്പിൽ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി ബാറ്ററി മാറുന്ന സാഹചര്യം വരികയാണെങ്കിൽ, നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റായി ടെക്നീഷ്യൻ പറയുക നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി മാറാൻ പറയുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബാറ്ററി ഒറിജിനൽ ബാറ്ററി തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒറിജിനൽ ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും കമ്പനിയിൽ നിന്ന് ലഭ്യമാകുന്ന അല്ലെങ്കിൽ കമ്പനി തന്നെ മേക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലെ കമ്പനി തന്നെ മേക്ക് ചെയ്ത് നൽകുന്ന ഒറിജിനൽ ബാറ്ററി അത് നല്ല വില കൊടുക്കേണ്ടതായിട്ട് വരും. എങ്കിലും നിങ്ങളതും തന്നെ മേടിച്ചിടുന്നതാണ് ഏറ്റവും ബെറ്റർ. ഒരു പക്ഷേ നിങ്ങൾക്കത് ലഭ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഫോണുകളുടെയും ഒറിജിനൽ ബാറ്ററി ഇപ്പോൾ അവൈലബിലിറ്റി അല്ല. അപ്പോൾ അല്ല നിങ്ങൾക്ക് ഒറിജിനൽ ബാറ്ററി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ടെക്നീഷ്യന്മാർ തന്നെ നിങ്ങൾക്ക് നല്ല ബ്രാൻഡഡ് ബാറ്ററികൾ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബാറ്ററികളുണ്ട്. ഈ പറയുന്ന ഒറിജിനൽ ബാറ്ററി നൽകുന്ന എല്ലാ PTC NTC പ്രൊട്ടക്ഷനോടും കൂടിയിട്ടുള്ള എല്ലാ PTC എന്താണ് NTC എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എല്ലാ PTC NTC പ്രൊട്ടക്ഷനോട് കൂടിയുള്ള നല്ല ബ്രാൻഡഡ് ബാറ്ററികൾ വാറൻറ്റിയോട് കൂടി തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരം ബാറ്ററികൾ വാങ്ങിച്ചിടുക. അല്ലാതെ വളരെ ചീപ്പായിട്ട് ലഭിക്കുന്ന, മിക്കവാറും നമുക്ക് ഓൺലൈനിലൊക്കെ ചിലർ വാങ്ങിച്ചിടാറുണ്ട്, വളരെ ചീപ്പായിട്ട് ലഭ്യമാകുന്ന ചില ബാറ്ററികളുണ്ട്. 300, 400, 500 രൂപയ്ക്ക് കിട്ടുന്ന വളരെ ചീപ്പായിട്ടുള്ള ബാറ്ററികളുണ്ട്. അത്തരം ബാറ്ററികൾ ഒരിക്കലും ഉപയോഗിക്കില്ല. നിങ്ങൾ ടെക്നീഷ്യൻ്റെ അടുത്ത് പറയുക നല്ല പ്രൊട്ടക്ഷനോട് കൂടിയുള്ള ബാറ്ററികൾ തന്നെ യൂസ് ചെയ്യാൻ പറയുക. അല്ലാതെ നമ്മൾ ചിലപ്പോൾ 400, 500, 600 രൂപയുടെ ഒരു വില വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ചീപ്പായിട്ടുള്ള ബാറ്ററികൾ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. അതൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് നൽകുന്നില്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ PTC പ്രൊട്ടക്ഷൻ എന്താണെന്ന് ചോദിക്കും. PTC NTC കൂടുതലും ബാറ്ററികളിൽ വരുന്നത് PTC പ്രൊട്ടക്ഷനാണ്. എന്താണ് ഈ ഒരു PTC പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയിൽ ഒരു BMS ബോർഡ് ഉണ്ട്. ബാറ്ററി സെല്ല് മാത്രമല്ല ഉള്ളത്, അതിൻ്റെ അകത്ത് ഒരു BMS ബോർഡുണ്ട്. ഈ ഒരു BMS ബോർഡിൽ ഒരു PTC തെർമൽ റെസിസ്റ്റർ ഉണ്ട്. PTC തെർമൽ റെസിസ്റ്റർ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ ഈ ഒരു ബാറ്ററിയുടെ ഈ ഒരു ബോർഡിനകത്തുണ്ട്. ഈ ഒരു ബോർഡിനകത്തുള്ള ഈ ഒരു PTC റെസിസ്റ്റർ എന്താണ് ചെയ്യുന്നത്, എന്ത് ഉപയോഗമാണ് നമ്മുടെ ഫോണിൽ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു PTC റെസിസ്റ്റർ നമ്മുടെ ഫോൺ ഏതെങ്കിലും രീതി ഹീറ്റ് ആവുകയാണെങ്കിൽ, ഏത് രീതിയിലും നമ്മുടെ ഫോണിൻ്റെ ബോർഡ് ഷോർട്ടായി ഹീറ്റ് ആവുകയോ അല്ലെങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് ഹീറ്റ് ആവുകയോ അങ്ങനെ അല്ല ഏത് രീതിയിൽ ഹീറ്റ് ആയാലും ഈ ഒരു റെസിസ്റ്റർ ആ ഒരു ഹീറ്റിനനുസരിച്ച് ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂവിന് വ്യത്യാസം വരും. അതായത് ഈ ഒരു PTC റെസിസ്റ്റർ എന്ന് വളരെ ലോ വാല്യൂയിലുള്ള ഒരു റെസിസ്റ്ററാണ് PTC റെസിസ്റ്റർ. എന്നാൽ ഹീറ്റ് കൂടുന്തോറും ഇതിൻ്റെ റെസിസ്റ്റൻസ് കൂടി വന്നിട്ട് ഇത് കടത്തിവിടുന്ന കറണ്ടിൻ്റെ ഫ്ലോ കുറയ്ക്കും എന്ന് പറയുന്നത് ഇതിൻ്റെ അതായത് ഇപ്പോൾ ഒരു പ്രോബ്ലംസ് ഇല്ലാതെ ഹീറ്റൊന്നും ഇല്ലാതെ ഒരു ഫോൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കറണ്ട് കടത്തിവിടുകയും ഫോൺ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. ഏതെങ്കിലും രീതിയിൽ ഫോൺ ഹീറ്റായി തുടങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടിയിട്ട് കറണ്ട് കടത്തി വിടുന്നത് വളരെ കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെ നല്ല രീതിയിൽ ഹീറ്റ് ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു റെസിസ്റ്റർ കറണ്ട് കടത്തി വിടാതെ വരികയും ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഫോൺ ഓഫ് ആവും. അതായത് ഫോൺ ഹീറ്റായി തുടങ്ങി എന്നുള്ളത് മനസ്സിലാക്കി ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ ഓഫ് ആവും. അപ്പോഴത്തേക്കും ആ ഒരു പ്രൊട്ടക്ഷൻ മിക്ക എല്ലാ ഫോണുകളിലും ഉണ്ട്. എല്ലാ ഫോണുകളിലും ബാറ്ററികളിൽ അതുണ്ട്. എന്നാൽ നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ ചിലപ്പോൾ ലോക്കൽ ബാറ്ററികൾ, അതായത് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ബാറ്ററികളിൽ ചിലപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഇല്ലാത്തപ്പോൾ നമ്മുടെ ഫോണിൽ ആ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്തപ്പോൾ ഫോണിൻ്റെ ബാറ്ററി ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയിലെ സെല്ല് മാത്രമല്ല ഉള്ളത്, ഇതിൻ്റെ ഇവിടെ ഒരു ബോർഡുണ്ട്. ഈ ഒരു ബോർഡിനെ പറയുന്നത് BMS ബോർഡ് എന്നാണ് പറയുന്നത്. ഞാൻ കുറേ BMS ബോർഡുകൾ ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലുള്ള BMS ബോർഡുകൾ, BMS ബോർഡ് എന്ന് പറയുന്നത് ബാറ്ററി പ്രൊട്ടക്ഷൻ ബോർഡ് എന്നും പറയാറുണ്ട്. ഇതേപോലുള്ള BMS ബോർഡുകൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയിലുണ്ടാകും. ഈ ഒരു BMS ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെയും ബാറ്ററിയുടെയും പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നല്ല ഒറിജിനൽ ബാറ്ററി അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് ബാറ്ററി ആണെങ്കിൽ നല്ല പ്രൊട്ടക്ഷനോട് കൂടിയുള്ള ഒരു BMS ബോർഡായിരിക്കും കാണുക. എന്നാൽ ചീപ്പായിട്ട് ലഭ്യമാണ്, വില കുറഞ്ഞുള്ള ചീപ്പായിട്ടുള്ള ബാറ്ററികൾ ഇതേപോലുള്ള BMS ബോർഡ് ഉണ്ടെങ്കിൽ പോലും BMS ബോർഡ് ഉണ്ടാവും, പക്ഷേ അത് അത്ര പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, എന്തെങ്കിലും ഒരു ഷോർട്ട് വരികയാണെങ്കിൽ അത് തടയാനുള്ള യാതൊരു പ്രൊട്ടക്ഷനും കാണില്ല. അത്തരം ചീപ്പായിട്ടുള്ള ബാറ്ററികൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒറിജിനൽ ബാറ്ററികളിലെല്ലാം അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് ബാറ്ററികളിലെല്ലാം PTC എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ റെസിസ്റ്ററുണ്ട്. ആ ഒരു തെർമൽ റെസിസ്റ്റർ അല്ലെങ്കിൽ PTC റെസിസ്റ്റർ ഞാൻ കാണിച്ചു തരാം. PTC റെസിസ്റ്റർ ഇതാണ് PTC റെസിസ്റ്റർ.
അല്ല നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇതാണ് റെസിസ്റ്റർ. ഈ ഒരു റെസിസ്റ്റർ നമ്മുടെ ഫോണിന് ഹീറ്റ് ആവുന്നതനുസരിച്ച് ഇതിൻ്റെ റെസിസ്റ്ററിൻ്റെ വാല്യൂവിന് വ്യത്യാസം വന്നിട്ട് നമ്മുടെ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. പ്രൊട്ടക്ഷനായി തന്നെ നമ്മുടെ ഫോണ് ഓഫ് ആവും. ആ രീതിയിലേക്കാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു PTC എല്ലാ BMS ബോർഡുകളിലും, എല്ലാ ഫോണുകളുടെയും BMS ബോർഡുകളിൽ ഇതുണ്ടാവും. എന്നാൽ ചില ഫോണുകളിൽ, ചില ചീപ്പായിട്ടുള്ള ബാറ്ററികളിൽ ഈ ഒരു PTC റെസിസ്റ്റർ ഉണ്ടാവില്ല. അത് യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ബാറ്ററി വാങ്ങുമ്പോഴത്തേക്കും, പുതിയൊരു ബാറ്ററി വാങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നുള്ളത്, ഈ ഒരു PTC പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നുള്ളത് ടെക്നീഷ്യന്മാരുടെ മെയിനായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇതിൽ PTC പ്രൊട്ടക്ഷനോട് കൂടിയുള്ള ആ ഒരു റെസിസ്റ്റർ ഉണ്ട്. ഞാൻ വേറെ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിലുമുണ്ട്. ഇത് ഒറിജിനൽ ബാറ്ററിയാണ്, ബാറ്ററിയുടെ BMS ബോർഡാണ്. ഇത് നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ബാറ്ററിയുടെ BMS ബോർഡാണ്. ഈ ഒരു ബോർഡിലും ഈ ഒരു PTC റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഇത് വന്നിട്ട് ഇതിലും PTC റെസിസ്റ്റർ ഉണ്ട് കേട്ടോ. ഇതും ഒരു PTC റെസിസ്റ്റർ ഉള്ളതാണ്. അപ്പോൾ ഞാൻ അടുത്തത് നോക്കുന്നത് കേട്ടോ, ഇതൊരു ചീപ്പായിട്ട് ലഭ്യമാകുന്ന ഒരു ബാറ്ററിയാണ്. അതിൽ BMS ബോർഡ് ഉണ്ടെങ്കിൽ പോലും അതിലൊരു PTC റെസിസ്റ്റർ ഇല്ല. അതാണ്ട, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ PTC റെസിസ്റ്റർ ഇല്ല. ഇതിൻ്റെ കമ്പോണൻസുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കാരണം യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ബാറ്ററികൾ ഉപയോഗിക്കരുത്. നിങ്ങൾ കാണുന്നുണ്ടോ, ഇവിടെ ഒരു PTC റെസിസ്റ്റർ ഉണ്ട്. പക്ഷേ അതിനെ ഇളക്കി കളഞ്ഞതിന് ശേഷം ജമ്പർ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു PTC റെസിസ്റ്റർ പല കാരണങ്ങൾ കൊണ്ടും കംപ്ലൈൻറ്റ് ആകുമ്പോഴത്തേക്കും ചില ടെക്നീഷ്യന്മാർ ആ ഒരു PTC റെസിസ്റ്റർ എടുത്ത് കളഞ്ഞതിന് ശേഷം, PTC എടുത്ത് കളഞ്ഞ ശേഷം അവിടെ ജമ്പർ ചെയ്ത് ഒരു വയർ ഉപയോഗിച്ച് ജമ്പർ ചെയ്തിരിക്കും. അങ്ങനെ ജമ്പർ ചെയ്താലും നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ജമ്പർ ചെയ്യാൻ ഒരിക്കലും ടെക്നീഷ്യന്മാരുടെ പറയരുത്. എന്തെങ്കിലും ഒരു ലുടുക്ക് പണി ചെയ്ത് തരാൻ ഒരിക്കലും പറയരുത്. ഇതേപോലുള്ള PTC റെസിസ്റ്റർ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു PTC റെസിസ്റ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫോൺ ബാറ്ററി റെഡിയാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ഒരിക്കലും ജമ്പർ ചെയ്യരുത്. ഓക്കെ, ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകൾക്കും അവരുടെ കമ്പനിക്കാർക്ക് തന്നെ അറിയാം ഇത്ര മേച്ചുള്ള ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ ഫോണിനും ബാറ്ററിക്കും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും വേണമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇത്തരം നല്ല സേഫ്റ്റി കാര്യങ്ങളെല്ലാം തന്നെ ബാറ്ററിയിലും നമ്മുടെ ഫോണിലെ ബോർഡിലും എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് മെയിൻ്റനൻസ് ചെയ്യാതെ വരികയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാതെ വരുന്നത് കൊണ്ടും പലപ്പോഴും ഇതേപോലുള്ള ബ്ലാസ്റ്റിംഗ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് റിലേറ്റഡായിട്ട് ഒരുപാട് പേർ ചോദിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി മെച്ചമാരെ വീണ്ടും കാണാം.